ഹായ് എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുറഞ്ഞ ചിലവിൽ ഒരു വിൻറ്റേജ് ജേണൽ ബുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? എന്നാ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി ഫസ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ജേണൽ പേജസ് ആണ്. അതിനായി ഞാൻ A4 ഷീറ്റാണ് എടുക്കുന്നത്. ഒരു 15ഓളം A4 ഷീറ്റ് ഇതുപോലെ മടക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറേ പേജസ് എടുക്കുന്നില്ല. കുറച്ച് പേജസ് ഉള്ള ബുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇതുപോലെ കീറി എടുക്കുന്നുണ്ട്. വിൻറ്റേജ് ബുക്കല്ലേ, അപ്പൊ കുറച്ച് വിൻറ്റേജ് എഫക്റ്റിന് വേണ്ടിയാണ് ഇങ്ങനെ കീറി എടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഇത് വേണ്ടത് പേപ്പേഴ്സ്. പിന്നെ അങ്ങനെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പേപ്പർ ഡൈയിങ് ആണ്. അതിനുവേണ്ടി 2 കപ്പ് വെള്ളത്തിൽ 4 ടേബിൾ സ്പൂൺ തേയിലയിട്ട് നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആയി ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് നല്ല മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോൾഡ് ആക്കിയിട്ട് തന്നെയായിരുന്നു ഡിപ്പ് ചെയ്ത് വെച്ചത്. എന്നിട്ട് ഞാൻ അത് അങ്ങനെ തന്നെ ഒരു അരമണിക്കൂറോളം വെച്ചിട്ട് ഞാൻ നോക്കുമ്പോഴേക്കും ചില സ്ഥലത്തൊന്നും വെള്ളം കൊണ്ടിട്ട് പോലും ഇല്ല. ഇങ്ങനെ ചെയ്യരുത്. ഞാൻ കറക്റ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കൂടി കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് എൻ്റെ അരമണിക്കൂറോളം വേസ്റ്റ് ആയത് കൊണ്ട് തന്നെ ഞാൻ നെക്സ്റ്റ് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി തന്നെ കോഫി പൗഡറാണ് ആ വെള്ളത്തിലേക്ക് യൂസ് ആക്കിയത്. പക്ഷെ ഇവിടെയും എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഇൻസ്റ്റന്റ് കോഫി പൗഡർ മാത്രമേ യൂസ് ആക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ പൊടിയുടെ കല വന്ന് പേപ്പേഴ്സ് വൃത്തികേടാവുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഫസ്റ്റ് ചെയ്ത മെത്തേഡാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും അതെ, ഇതുപോലെ തന്നെ നന്നായി ഡിപ്പ് ചെയ്തിട്ട് വേണം അതിന്റെ മുകളിലേക്ക് വെക്കാന്. ഓരോന്നും വെക്കുമ്പോഴും നല്ല പാങ്ങില് ഡിപ്പ് ചെയ്യണം. എന്നിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ വെക്കാം. എന്നിട്ട് വേണം ഡ്രൈ ആക്കാൻ വെക്കാന്. എന്നെങ്കിലേ നന്നായി ഷെയ്ഡ് വരൂ. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ആണ് അങ്ങനെ വേഗം എടുക്കുന്നത്. നമുക്ക് ഷെയ്ഡിനനുസരിച്ച് അതിൽ സോക്കാക്കാൻ വെക്കാം. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, പേപ്പർ കീറിപ്പോവില്ലേന്ന് വെച്ച്. ഡിപ്പാക്കുമ്പോൾ ഒന്നും പേപ്പർ കീറിപ്പോവൊന്നുമില്ല. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചെടുക്കുക. പ്ലാസ്റ്റിക് കവർ ഷീറ്റിന്റെ മുകളിലോ തുണിയുടെ മുകളിലോ വെച്ച് ഡ്രൈ ആക്കാൻ വെക്കാം. ഒന്നെങ്കിൽ വെയിലത്ത് വെക്കാം, അല്ലെങ്കിൽ ഫാനിന്റെ അടിയിൽ വെക്കാം. ഞാൻ ഫാനിന്റെ അടിയിൽ 1 മണിക്കൂർ വെച്ച് ഡ്രൈ ആക്കി എടുത്തതാണ്. ഇത് ഞാൻ ഫസ്റ്റ് ചെയ്തതാണ്. ഇത് കണ്ടില്ല, ഇടക്ക് കൊണ്ടിട്ട് പോലുമില്ല. പിന്നെ ഇത് സെക്കൻഡ് ചെയ്തു. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ കോഫി പൗഡറിന്റെ ഇത് വന്നു, അതാണ്. പിന്നെ വിൻറ്റേജ് ലുക്കിന് ഇതൊന്നും മോശമില്ലാന്ന് തോന്നി. പിന്നെ ഞാൻ അതന്നെ എടുത്ത്. ഇനി നെക്സ്റ്റ് ബൈൻഡിങ് ആണ്. അതെങ്ങനെ ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഇനി ബൈൻഡിങ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ 3 ഷീറ്റായി വെച്ച് ഓരോ സെറ്റാക്കി എടുക്കാം. ഇതുപോലെ ഒരു 10 സെറ്റാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബൈൻഡിങ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷെ ഉപയോഗിച്ചും ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഓരോ പേജസും ഓരോന്നായി തന്നെ എടുക്കണം, ഇങ്ങനെ മടക്കി എടുക്കരുത്. അങ്ങനെ ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. എല്ലാ സെറ്റ്സും ഒരേപോലെ ഞാൻ വെച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ 3 സെന്റിമീറ്ററിലും ഞാൻ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3, 6, 9, 12, 15 ഇങ്ങനെ 5 ഡോട്ട്സ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് മൊത്തത്തിലായി ഒന്ന് വരയ്ക്കുന്നുണ്ട്. ഇതൊക്കെ വേഗാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഓരോന്നായി എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, എല്ലാം കറക്റ്റ് പൊസിഷൻ ആണോ എന്ന്. ഓരോന്നായി ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് കറക്റ്റ് പൊസിഷൻ തന്നെ കിട്ടും, മിസ്റ്റേക്ക് ഒന്നും വരില്ല. പിന്നെ നമുക്കൊരു പിന്നോ കോമ്പസോ ഉപയോഗിച്ച് ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഈ ഹോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, കറക്റ്റ് പ്ലേസ് ആണോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ഇങ്ങനെ ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഈ ബൈൻഡിങ് ചെയ്യുന്നത് വളരെ ഈസിയായി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയെല്ലാം തോന്നും, പക്ഷെ ചെയ്തു വരുമ്പോൾ വളരെ ഈസിയാണ്. ഒരു സൂചി നൂല് മാത്രം മതി. സൂചി നൂല് ഇപ്പൊ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. സൂചിയിലേക്ക് നൂൽ കോർത്ത് കൊടുക്കുക, എന്നിട്ട് കെട്ടിടുക. അധികം വലുതാക്കണ്ട. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കോർത്തെടുക്കാവുന്നതേ ഉള്ളൂ. വലുതാക്കുമ്പോൾ കെട്ട് വീഴും, അപ്പൊ നമുക്ക് സ്റ്റിച്ചാക്കാൻ കുറച്ച് പണിയായിരിക്കും. ഇനി നമുക്ക് ബൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സൈഡിൽ നിന്ന് ഹോൾസിലേക്ക് ഇട്ടുകൊടുക്കുക. എന്നിട്ട് ഓരോ ഹോൾസിലേക്കും പാസ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് പാസ് ചെയ്യുക. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും,
പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, വളരെ ഈസിയാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഒരു സൈഡേക്ക് ഫുള്ളായി വന്ന ശേഷം പിന്നെ റിട്ടേൺ സ്റ്റിച്ച് ചെയ്യുക. ബാക്കിലോട്ടേക്ക് സ്റ്റിച്ച് ആക്കുക. നേരത്തെ പോലെ തന്നെ ബാക്കിലോട്ടേക്ക് പോയാൽ മതി. അത് ഫുള്ളായതിനു ശേഷം ഉള്ളിൽ നിന്നൊരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അതേ ഹോൾസിലൂടെ താഴേക്ക് വരാം. ഒരു സെറ്റ് നമ്മൾ സ്റ്റിച്ചാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് എടുത്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഹോൾസിലൂടെ കയറി മറ്റേ ഹോൾസിലൂടെ താഴേക്ക് വരാം. ഇനി ഒന്ന് ശ്രദ്ധിക്കണം, ഇപ്പോ റൈറ്റ് ഒരു നൂലുണ്ട്, ലെഫ്റ്റ് ഒരു നൂലുണ്ട്. നമ്മ റൈറ്റ് നൂലിലെ താഴേക്ക് ഇറങ്ങിയ ശേഷം ലെഫ്റ്റ് നൂലിലെ മുകളിലേക്ക് വരണം. അപ്പൊ ഒരു ലൂപ്പ് പോലെ ആവും. അങ്ങനെ ചെയ്യണം. എന്നിട്ട് അതേ ഹോളിലൂടെ ഉള്ളിലേക്ക് വരണം. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് ഹോൾ, വീണ്ടും റൈറ്റ് ലെഫ്റ്റ് ഉള്ളിലേക്ക്. ഇങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. ആ ഫുള്ളും ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് ആക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സൂചി കയറ്റുമ്പോൾ നല്ലതിൽ വലിക്കുക. എന്നാലേ ഇടയിലൊന്നും സ്പേസ് ഇല്ലാതെ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇതിന്റെ ലാസ്റ്റ് ഹോൾ എത്തുമ്പോഴേക്കും റൈറ്റ് നൂലുണ്ടാവില്ല, ലെഫ്റ്റ് മാത്രമേ നൂലുണ്ടാവൂ. അപ്പോൾ ലെഫ്റ്റിന്ന് താഴേന്ന് കയറാം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അടുത്ത സെറ്റ് എടുത്താൽ മതിയാവും. ഇപ്പൊ എന്റെ നൂല് കഴിഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഒന്ന് ഉള്ളിലേക്ക് കയറി അവിടെ ഒരു കെട്ടിട്ട ശേഷം ഒന്ന് പുറത്തേക്ക് കിഴിഞ്ഞ് എന്റെ നൂല് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നൂല് കോർത്ത് കൊടുത്ത് നമ്മൾ ചെയ്തിരുന്ന പ്രോസസ്സ് ഒന്നുകൂടി ചെയ്യാം. ഞാൻ ആ ഹോളിലൂടെ തന്നെ ഒന്നുകൂടെ കയറി ഉള്ളുന്നൊരു ലൂപ്പ് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ അടുത്ത സെറ്റ് എടുത്തത്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഹോളിലെ ഉള്ളിലേക്ക് വന്ന് മറ്റേ ഹോളിലെ താഴേക്ക് ഇറങ്ങാം. ഇനി ഒന്ന് ശ്രദ്ധിക്കണം, ഇനി നമ്മൾ നേരത്തെ ക്രിയേറ്റ് ആക്കിയ ഒരു ലൂപ്പില്ലേ, ഇനി നമ്മൾ കയറേണ്ടത് ആ ലൂപ്പിൽ ഒന്ന് ജസ്റ്റ് പാസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതേ ഹോൾസിലെ ഉള്ളിലേക്ക് വരാം. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് ഹോൾസിലെ താഴേക്ക് വരാം. ആ ലൂപ്പിൽ ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക. അതേ ഹോൾസിലെ മുകളിലേക്ക് വരാം, താഴേക്ക് വരാം, പാസിങ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഫുള്ളും ചെയ്ത ശേഷം എന്നിട്ട് നെക്സ്റ്റ് സെറ്റ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ഫുള്ളായി കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ എല്ലാ സെറ്റും ചെയ്ത ശേഷം ലാസ്റ്റ് എൻഡിങ് ആവാനാവുമ്പോൾ ഉള്ളിലേക്ക് കയറുമല്ലോ ലാസ്റ്റ് ഹോളിലെ, ആ കയറുമ്പോൾ ഉള്ളിൽ നിന്ന് നല്ലൊരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അതേ ഹോൾസിലെ താഴേക്ക് വരുമല്ലോ, അപ്പോൾ നല്ലൊരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ബൈൻഡിങ് പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടഫായിട്ടെല്ലാം തോന്നും, പക്ഷെ ഇത് ചെയ്യാനിരിക്കുക അപ്പോൾ സിമ്പിളായി നിങ്ങൾക്ക് കഴിയും. വളരെ ഈസിയാണ്. നല്ല ടൈറ്റായി തന്നെ വലിച്ചിട്ട് ചെയ്താൽ ഇതുപോലെ നല്ല നീറ്റായിട്ടിരിക്കും. എന്നിട്ട് ഞാനൊന്ന് ഒരു പേപ്പർ എടുത്ത് അതിലേക്ക് പശ തേച്ച് കൊടുത്ത് ഒന്നുകൂടെ ഞാനൊന്ന് ഒട്ടിച്ചൊടുക്കുന്നുണ്ട്. ഇതൊട്ടും നിർബന്ധമില്ല, ഇത് വേണമെന്നേ ഇല്ല. ഞാനൊന്ന് ജസ്റ്റ് ഒരു സേഫ്റ്റിക്കും പിന്നെ ആ നൂലൊന്ന് കാണുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബൈൻഡിങ് തന്നെ നന്നായിട്ട് ഇരുന്നോളും നല്ല രസമായിട്ട് ചെയ്താൽ. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ജേണൽ ബുക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ജേണൽ കവർ മേക്കിംഗ് ആണ്. അതിനായി ഞാൻ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കാർഡ്ബോർഡ് വേണേലും എടുക്കാം. ഇവിടെ കീബോർഡിന്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, അതിന്റെ കാർഡ്ബോർഡാണ് ഞാൻ എടുത്തത്. ബുക്കിന്റെ അളവിൽ തന്നെ 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ സെന്ററിൽ വെക്കാൻ വേണ്ടി ഒരു നേരിയ പീസും കൂടി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ബുക്കിന്റെ തടി അനുസരിച്ചാണ് ഈ സെന്റർ പീസ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ടാപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്ക് വശം ഒരു പേപ്പർ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ നന്നായി ഇരുന്നോളും അവിടെ.
പിന്നെ ഒരു നോട്ടീസ് എടുത്ത് ഇത് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പറോ ചാർട്ടോ എന്ത് വേണേലും എടുക്കാം. പക്ഷേ നോട്ടീസായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പേപ്പറിനെ പോലെ വേഗം മോശാവില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് ലെതറോ തുണിയോ ഉപയോഗിച്ച് ഇത് കവർ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതാവുമ്പോ പെട്ടെന്നാവും. എനിക്ക് എൻ്റെ മൈൻഡിലുള്ള ഒരു ജേർണൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ സിമ്പിളായി ചെയ്യുന്നത്. പിന്നെ ഒരു A4 ഷീറ്റ് എടുത്ത് ഉൾഭാഗം കൂടി ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ഷീറ്റ് എടുക്കുക. ഇത് ഒരു ബോക്സിന്റെ ഷീറ്റാണ്. അതിൽ നിന്ന് മുറിച്ചെടുത്തതാ. ഇത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക അതിന്റെ സൈസിലൊന്ന് നോക്കിയിട്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ വരച്ചു കൊടുത്ത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഈ കട്ട് ചെയ്ത പീസ് ഇതേപോലെ തന്നെ ചെറിയ ഗ്യാപ്പ് വിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്ത് ഇതുപോലെ ഒന്ന് പിച്ചിയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വിടുന്നുണ്ട്. കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഇതേപോലെ വെള്ളം കളഞ്ഞെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഫെവിക്കോൾ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ സൈഡൊക്കെ ഒന്ന് ഫെവിക്കോൾ കൊണ്ട് വരച്ചു കൊടുത്ത ശേഷം സോക്ക് ചെയ്ത ടിഷ്യൂ പേപ്പർ ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് സൈഡിലൊക്കെ. ഇതെല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഡോറ് പോലെ ആക്കിയെടുത്തില്ലേ, ഇനി അതിന്റെ മുകളിലേക്കും കുറച്ച് ഫെവിക്കോൾ വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചൊടിക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് വെള്ളത്തിൽ ഫെവിക്കോൾ മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് സ്റ്റേ ആവാൻ അവിടെ. ഇത് ചെയ്യുന്നത് ഒരു ടെക്സ്ചറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന്റെ മുകളിൽ കൂടി ഇതുപോലൊരു പീസ് ഒട്ടിച്ചൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് ടിഷ്യൂ പേപ്പർ എടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ട് വെള്ളവും ഫെവിക്കോളുള്ള മിക്സ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ടും ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലും ബാക്കിലെല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്ത് വെള്ളവും ഫെവിക്കോളുള്ള മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ഉദ്ദേശിച്ച പോലെ അത്ര നീറ്റായിട്ട് വന്നിട്ടുണ്ടായിട്ടാ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോ. ഞാനൊരു ചെറിയൊരു ടെക്സ്ചറിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ക്ലേ കൊണ്ട് ഞാൻ കുറച്ച് ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ടുണ്ടായിന്. അതെല്ലാം ഒന്ന് ഒട്ടിച്ചൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലോക്ക് പോലെ ആക്കാൻ വേണ്ടി ഞാനൊരു ഫ്ലവർ പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഫുള്ളായിട്ട് ബ്ലാക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ മൈൻഡിലൊരു തീം ഉണ്ടായിരുന്നു. അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്നും കുറേശ്ശെ ആയിട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഓക്കെ ആയെങ്കിൽ ഞാനത് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടായത്. എന്നിട്ട് ബ്രൗൺ കൊണ്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെയ്യുന്ന കളേഴ്സൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഫുള്ളായിട്ട് ഞാൻ ബ്ലാക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വൈറ്റും യെല്ലോവും ബ്രൗണും എല്ലാം കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ലോക്കിനും ബോൾസിനെല്ലാം ഗോൾഡൻ പെയിന്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തപ്പോഴേക്കും എനിക്ക് എന്തോ ഒരു മിസ്സിങ് തോന്നിയിട്ട് ഞാൻ കുറച്ച് ഫ്ലവർ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ വരച്ചിട്ടാകുമ്പോൾ എനിക്ക് അത്ര തൃപ്തിയായിട്ടാ. അപ്പൊ ഞാൻ ആ പ്ലാൻ ഒന്ന് മാറ്റി കുറച്ച് ക്ലേ എടുത്ത് വന്ന്
എന്നിട്ട് ഇതേപോലെ തണ്ട് പോലെ വെച്ച് കൊടുത്ത് പിന്നെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ വെച്ച് കൊടുത്ത് പിന്നെ ബാക്ക് സൈഡ് ബ്രൗൺ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ഉണ്ടായിരുന്നു. പിന്നെ ചെയ്ത് കൊളാക്കുന്നത് നമ്മുടെ ഒരു ശീലാണല്ലോ. അങ്ങനെ ബ്ലാക്കും കൂടി അടിച്ചു കൊടുത്ത് കുറച്ച് കൊളായി. പിന്നെ അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബുക്സ് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതുകൊണ്ടും ചെയ്യാം. ഞാൻ ലാസ്റ്റ് എന്താ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാല് ഇല്ലെങ്കിൽ ബുക്കിലേക്ക് പെയിന്റ് ഒക്കെ ആവും. അതുകൊണ്ടാ ലാസ്റ്റ് പെയിന്റ് എല്ലാം ഡ്രൈ ആയ ശേഷം ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒട്ടിച്ചെടുക്കുമ്പോൾ സെന്ററിലും പിന്നെ ഇതേപോലെ 2 സൈഡിലും നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. പിന്നെ ഇതേപോലെ ഒന്ന് കട്ടാക്കി എടുത്ത് ബ്ലാക്ക് പെയിന്റ് അടിച്ചെടുക്കുക. എന്നിട്ട് ജേർണലിന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. എന്നിട്ട് ഫെവിക്കോൾ കൊണ്ട് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വിൻറ്റേജ് ജേർണൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളൂ. താങ്ക് യു.